KJ ജേക്കബ്, ഇത് അടുത്ത സർക്കാരിൻ്റെ ഒരു ലോഡിംഗ് ആയിട്ട് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇത് മുന്നിൽ വെച്ച് ഇതിന് മാൻഡേറ്റ് വേണം എന്നൊക്കെ ആവശ്യപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഇതൊരു കടന്ന കൈയായി പോവില്ലേ? എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാചാലമാവുന്ന തരത്തിൽ അതോറിറ്റേറിയൻ ഭരണാധികാരികൾ പെരുമാറാറുണ്ട്. ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി 2047 ഇന്ത്യ ഡെവലപ്ഡ് ആവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വികസിത ഭാരതം 2047 സാധ്യമാകും, അമൃതകാലത്തേക്കുള്ള പ്രവേശനം. അതിപ്പോൾ അടുത്ത കൊല്ലമോ അതിനടുത്ത കൊല്ലമോ എന്നുള്ളതല്ല, 2047 എന്നുള്ള ഒരു വലിയ കാലയളവാണ്, അല്ലെങ്കിൽ ഇനി ഒരു 25 വർഷം എന്നൊക്കെയുള്ളതാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ആ മട്ടിൽ ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ പോവാണ്, പിണറായി 3ാം സർക്കാർ വരും, LDFന്റെ 4ാം സർക്കാർ വരും, ആ തരത്തിലൊക്കെ ഉള്ള ഒരു സമീപനമാണോ? എന്ത് തോന്നുന്നു? അഭിലാഷിന് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ഒരു പാരലൽ വരയ്ക്കാനുള്ള അത്യധികമായ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്നുള്ളത് അങ്ങേയറ്റം ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഒരു കേന്ദ്ര സർക്കാർ. ഇപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ പറഞ്ഞതിനേക്കാളും ഭീകരമായി കേരളത്തിൻ്റെ വളരെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം പോലും കൂടെ നിൽക്കാത്ത വലിയൊരു മാധ്യമ പട സർക്കാർ CPM-നെതിരെ എന്നുള്ളതല്ല ഞാൻ പലപ്പോഴും കാണുന്നത്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മേൽ അടയിരിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിൽ ഗവർണറുടെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് പോലും നിരന്തരം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്പട. ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷനിലേക്ക് പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഞങ്ങളിനി എന്തൊക്കെ ചെയ്യും എന്ന് പറയാതിരിക്കാൻ വേറൊരു വഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈദ്ധാന്തിക ചർച്ചയ്ക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിലല്ല കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും പെരുമാറുന്നത്. വളരെ നിർണായകമായ വിഷയങ്ങളിൽ പോലും സംസ്ഥാനത്ത് ഞാൻ പറയുന്നത് CPM-നെ എതിർക്കുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ പോലും സംസ്ഥാന സർവകലാശാലകൾ മുഴുവൻ കേന്ദ്രം കൈയടക്കുമ്പോൾ പോലും അതിന് പോലും ഗവർണർക്കൊപ്പം കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉള്ളപ്പോൾ ഒരു ഭരണകക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് മനുഷ്യരോട് പറയുക എന്നുള്ളതേ പറ്റൂ. അതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോരല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, ഇനി അടുത്ത 5 വർഷത്തിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്താതെ മറ്റൊരു വഴിയില്ലവർക്ക്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു കാരണവശാലും ഒരു സാധാരണഗതിയിലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല കേരളത്തിൽ. എന്തുമാത്രം നുണകളാണ് യാതൊരു തരത്തിലുള്ള തത്വദീക്ഷതയുമില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സർക്കാരിനെതിരെയും LDF-നെതിരെയും CPM-നെതിരെയും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഈ നുണകളുടെയൊക്കെ പിറകെ പോവുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ഇതിനെയൊക്കെ അവഗണിച്ചിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോവുക എന്ന് പറയുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു CPM ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിപരമായ കാര്യമാണ്. ഈ നുണകളെ എൻഗേജ് ചെയ്യുക എന്നുള്ളതല്ല CPM ചെയ്യേണ്ടത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താണ് അതിൻ്റെ പേരിൽ ചർച്ച വരട്ടെ. CPM ഇപ്പോൾ ശ്രീ റിജിൽ മാക്കുറ്റി പറയും, നിങ്ങൾ നേരത്തെ എടുത്ത നിലപാടുകൾ വ്യത്യാസം വന്നിട്ടില്ലേ, ചർച്ച അങ്ങോട്ട് വരട്ടെ, അതാണ് ശരിയായ ലെജിറ്റിമേറ്റ്. അങ്ങനെ വന്നു കഴിയുമ്പം CPM-ൻ്റെ നയങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ടോ 25 വർഷമായിട്ടോ CPM നടത്തിയ മുമ്പോട്ട് വെച്ച നയങ്ങളിൽ വ്യത്യാസമുണ്ടോ, അതിനെക്കുറിച്ച് അതാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ച. അതല്ല എങ്കിൽ അത്തരം ഒരു അജണ്ട മുമ്പോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ചർച്ച കൊണ്ടുപോകാനുള്ള CPM രാഷ്ട്രീയപരമായ ഒരു നിലപാടാണ്, ഒരു നീക്കമാണ്. അത് വളരെ ലെജിറ്റിമേറ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. അതല്ലാതെ ഈ 100 കാര്യങ്ങൾ ഏത് സർക്കാരിനും പിഴവുകളുണ്ടാകും. ആ പിഴവുകളുടെ പിറകിൽ പിഴവുകളാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലും മനസ്സിലാക്കാം. ഇല്ലാത്ത പിഴവുകൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ ശ്രീ റിജുൽ ഇവിടെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് CPM-ൻ്റെ ഇതിനുള്ള മറുപടി CPM നേതാക്കന്മാർ പറയേണ്ടി വരും. ഇപ്പോൾ ശ്രീ സനോജ് ഉണ്ടെങ്കിൽ റിജുലിൻ്റെ ഓരോ ആരോപണത്തിനും മറുപടി അദ്ദേഹം പറയും. അത് ന്യായമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചർച്ചയായിട്ട് മാറും. മനുഷ്യർ തീരുമാനിക്കട്ടെ, ഈ CPM-ന് ഇനി ഒരു ടേമും കൂടി കൊടുക്കേണ്ടതുണ്ടോ, ഇവരുടെ നയങ്ങളിൽ നാടിന് ഗുണകരമായ എന്തെങ്കിലും ഉണ്ടോ, ഇവർ പണ്ട് നടത്തിയ നയങ്ങൾ നാടിനെ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കണ്ടാൽ മനസ്സിലാകുന്ന ജനങ്ങളാണ് ആത്യന്തികമായി ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, തർക്കമില്ല ആ കാര്യത്തിൽ.